ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം. എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് കീരമ്പാറ പഞ്ചായത്തിലെ ചാരുപ്പാറയിൽ നിന്ന് കുട്ടമ്പുഴ പഞ്ചായത്തിലെ ഇഞ്ചത്തൊട്ടിയിലേക്ക് ഉള്ള നടപ്പ് തൂക്കുപാലം. പെരിയാറിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഭൂതത്താൻ കെട്ടിനും തട്ടേക്കാടിനും ഇടയിലായി പാലം സ്ഥിതി ചെയ്യുന്നു. 2012 പാലം നിർമ്മിച്ചത്. അതിനു മുൻപ് കടത്തുവള്ളം മാത്രമായിരുന്നു നാട്ടുകാർക്ക് ആശ്രയം. ജലാശയത്തിൽ നിന്നും 200 മീറ്റർ ഉയരെ 185 മീറ്റർ നീളത്തിലും 4 അടി വീതിയിലുമാണ് ഇതിൻ്റെ നിർമ്മാണം. സാങ്കേതിക വിദ്യയുടെ മികവും നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ കഴിവും ഇവിടെ പ്രതിഫലിക്കുന്നു. കോതമംഗലത്ത് നിന്നും യാത്ര തിരിച്ചാൽ ഭൂതത്താൻ കെട്ട് എത്തുന്നതിന് മുൻപ് പുന്നേക്കാട് നിന്നും വലതോട്ട് തിരിഞ്ഞ് ഒരു ഉൾനാടൻ ഗ്രാമത്തിലൂടെയുള്ള യാത്ര ചാരുപ്പാറയിലേക്ക്. ഐസ്ക്രീം, സ്നാക്സ്, കരിക്ക്, ചായ എന്നിവയുൾപ്പെടെ കൊച്ചു കൊച്ചു കടകൾ സഞ്ചാരികൾക്ക് ആശ്വാസം. ദൂരെ നിന്ന് തന്നെ പാലം ദൃശ്യമാവും. സാങ്കേതിക വിദ്യയുടെ അപാരത അത്ഭുതത്തോടെ നോക്കി നിന്നു പോകും. ഏറ്റവും കൂടുതൽ വാട്ടർ സ്റ്റോറേജ് ഉള്ള കേരളത്തിലെ നദിയാണ് പെരിയാർ. 200 മീറ്റർ ഉയരത്തിലുള്ള പാലത്തിൻ്റെ നിഴൽ പെരിയാറിൽ ചാഞ്ചാടുന്നത് അകലെ നിന്ന് തന്നെ ദൃശ്യമാകുന്ന മനോഹരമായ കാഴ്ച. പാലത്തിന് ഇരുവശങ്ങളിലുമായി നോക്കത്താ ദൂരം വരെ പെരിയാർ ദാഹജലവുമായി ഓടുന്നത് കാണാം. നടന്നു നീങ്ങുന്നതിനനുസരിച്ച്, സഞ്ചാരികളുടെ തിരക്കിനനുസരിച്ച് പാലത്തിന് നേരിയ ഇളക്കം. കൈവരി ആശ്രയിച്ച് മുന്നോട്ട് നീങ്ങാം. മധ്യഭാഗം എത്തുമ്പോഴേക്കും വൈബ്രേഷൻ കൂടും, ഒപ്പം പേടിയും. പെരിയാറിൻ്റെ മുകൾ പരപ്പിൽ കൂട്ടം കൂട്ടമായി ഒഴുകി നടക്കുന്ന ധാരാളം മീൻ കുഞ്ഞുങ്ങളെ കാണാം. വെള്ളത്തിൽ ഊളിയിട്ട് മീൻ പിടിക്കുന്ന നീർപക്ഷികളുടെ കാഴ്ച ആരെയും അത്ഭുതപ്പെടുത്തും. ഒരു കരയിൽ നിന്നും നോക്കുമ്പോൾ പാലത്തിൻ്റെ അതേ നിറത്തിൽ ജലത്തിൽ നിഴൽ കാണാം. എന്നാൽ മറുകരയിൽ മറ്റൊരു രീതിയിലാണ് നിഴൽ കാണപ്പെടുന്നത്. പ്രകൃതി കനിഞ്ഞരളിയ ഗ്രാമീണ ഭംഗി, വശ്യസുന്ദരമായ കാനന ഭംഗി, ചെല്ലക്കുലുസിട്ട് മന്ദം മന്ദം ഗമിക്കുന്ന പെരിയാർ എന്ന പെൺകൊടി സഞ്ചാരികളെ മാടി വിളിക്കുന്നു. മെയ്യഴകോടെ പ്രകൃതിയും സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളുമായി ഇഞ്ചത്തൊട്ടി തൂക്കുപാലവും. വരൂ, ഒഴിവു വേളകൾ ആസ്വാദ്യകരമാക്കാം. ഇഞ്ചത്തൊട്ടിയിൽ ഒരിത്തിരി നേരം ചെലവഴിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.